നമുക്ക് അരവിന്ദിന്റെ മക്കളുടെ നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ. അങ്ങനെ നാളത്തെ കഥയില് കാവേരി വിനീതിന്റെ ഗംഗാ ടൈലേഴ്സിലേക്ക് കയറി ചെല്ലുവാണ്. ആ സമയം വിനീത് ചോദിച്ചു, ആഹാ, ഇതാര് കാവേരിയോ? എന്താ ഈ വഴിക്ക്? എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ? അങ്ങ് തിരക്കുവാണ്. ആ സമയത്ത് കാവേരി പറഞ്ഞു, അതെ, ഞാന് വിനീതേട്ടനെ ഒന്ന് കാണാൻ വന്നാന്ന് പറഞ്ഞു. ആ, കാര്യം എന്താ വെച്ചാ പറ എന്ന് പറഞ്ഞു. കാവേരിക്ക് എങ്ങനെ വിനീതനോട് ആ കാര്യത്തെക്കുറിച്ച് സംസാരിക്കണം എന്നറിയത്തില്ല. കാരണം ഗംഗാ ടൈലേഴ്സ് എന്നുള്ള ആ ബോർഡ് അവിടുന്ന് മാറ്റണം. പക്ഷെ വിനീതന്റെ മുഖത്ത് നോക്കിയിട്ട് അത് പറയാനായിട്ട് കാവേരിക്ക് ഭയങ്കര ഒരു മടി. ഉം. ആ സമയത്താണ് അങ്ങോട്ടേക്ക് നിവിൻ വരുന്നേ. നിവിൻ വന്നിട്ട് ചോദിച്ചു, എന്താടാ, ഞാൻ എത്ര വട്ടം നിന്നെ ഫോൺ വിളിച്ചു, നീ എന്താ എടുക്കാത്തേന്ന് ചോദിച്ചു. അയ്യോ, ഞാൻ തിരക്കിട്ട് കുറച്ച് തയ്ക്കാനുണ്ടായിരുന്നു, അതിന്റെ തിരക്കിലായിരുന്നു, നീ വിളിച്ച ഞാൻ അറിഞ്ഞില്ല, എന്താടാന്ന് ചോദിച്ചു. അപ്പോഴേക്കും നിവിൻ പറഞ്ഞു, എടാ, ഒരത്യാവശ്യം ഉണ്ടായിരുന്നു. എന്തത്യാവശ്യം? അതെ, അടുത്ത ദിവസം ഹോം സ്റ്റേയില് കുറച്ച് ഗസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് ഒരു ഡാൻസ് പാർട്ടിയൊക്കെ വേണമായിരുന്നു പറയണ. ഡാൻസോ? അതെ, ഡാൻസ് ഒക്കെ അറേഞ്ച് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ അതിന് പറ്റി ആരും ഇല്ലാന്ന് തോന്നേ. പെൺകുട്ടികൾ ആരെങ്കിലും ഉണ്ടോടാ ഡാൻസ് കളിക്കുന്നേ? അത് കേട്ടപ്പോ വിനീത് പറഞ്ഞു, അല്ല, അതെന്താ പെട്ടെന്ന് ഇങ്ങനെ? എടാ, ഡാൻസ് ഒക്കെ അറേഞ്ച് ചെയ്യാന്ന് അവരോട് നേരത്തെ പറഞ്ഞിരിക്കുന്ന ഗസ്റ്റുകൾക്ക് വേണ്ടിയിട്ട്. പക്ഷെ ഇപ്പൊ ഇവിടുന്ന് പെൺപിള്ളേരെ പോയി തപ്പിയെടുക്കാനാന്ന് ചോദിച്ചു. അത് കേട്ടപ്പോ വിനീത് പറഞ്ഞു, ദേ, കാവേരി ഉണ്ടല്ലോ, കാവേരി നല്ല അസലായിട്ട് ഡാൻസ് കളിക്കുമല്ലോ എന്ന് പറഞ്ഞു. ഇവളോ? അതെന്താ, ഇവൾക്ക് ഡാൻസ് കളിച്ചൂടെ? ഇവളുടെ ഡാൻസ് നീ കണ്ടിട്ടില്ലല്ലോ, നന്നായിട്ട് തന്നെ ഡാൻസ് കളിക്കുമെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ നിവിനൊന്ന് നോക്കി കാവേരിയെ. പിന്നീട് ചോദിച്ചു, അല്ല കാവേരി, അങ്ങനെയാണെങ്കിൽ കാവേരിക്ക് ഡാൻസ് കളിക്കാൻ വരാൻ പറ്റുമോ എന്ന് ചോദിച്ചു. വിനീത് പറഞ്ഞു, അതെ, ചുമ്മാ ഡാൻസ് കളിക്കാൻ വിളിച്ചിട്ട് കാര്യമൊന്നുമില്ല, ഏ, പൈസ വേണമെന്ന് പറഞ്ഞു. നീയും പറഞ്ഞു, പൈസയൊക്കെ കൊടുക്കാന്ന് പറഞ്ഞു. കാവേരി പറഞ്ഞു, തൽക്കാലത്തേക്ക് ഡാൻസ് കളിക്കാനൊന്നും ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞു. നിങ്ങളുടെ റിസോർട്ടിലേക്ക് ഡാൻസ് കളിക്കാൻ വരാത്തിന്റെ ഒരു കുഴപ്പം കൂടെ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് കാവേരി ദേഷ്യപ്പെട്ട് അങ്ങോട്ട് പോയി. അപ്പോഴേക്കും നിവിൻ പറഞ്ഞു, എടാ, ഇനിയിപ്പൊ എന്ത് ചെയ്യും? എന്ത് ചെയ്യാനാ? ഇവിടെ വേറെ എന്റെ അറിവിൽ അങ്ങനെ പെൺകുട്ടികളുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. പക്ഷെ കാവേരി ആയിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു പറഞ്ഞു. അത് കേട്ടപ്പോ നിവിൻ പറഞ്ഞു, എങ്ങനെയെങ്കിലും അവളെ കൊണ്ടൊന്ന് സമ്മതിപ്പിക്കാൻ പറ്റുമോ? നല്ല കഥയെ, ഇതും പറഞ്ഞുകൊണ്ട് ഞാനും കൂടി ചെന്നാ മതി. അവൾ എന്നെ പിടിച്ചിട്ട് അടിക്കും. അവളുടെ സ്വഭാവം അറിയാലോ, പെട്ടെന്ന് മുറി രണ്ടെന്നുള്ള സ്വഭാവമാന്ന് പറഞ്ഞു. കാവേരി വന്ന കാര്യം പോലും മറന്നു പോയിട്ടുണ്ടായിരുന്നു. കാവേരി നേരെ വീട്ടിലേക്ക് ചെല്ലുവാണ്. വീട്ടിലേക്ക് നീഞ്ഞപ്പോഴത്തേനും ഗംഗ ചോദിച്ചു, എന്തായി? വിനീതനോട് കാര്യങ്ങൾ പറഞ്ഞു എന്ന് ചോദിച്ചു. അത് പിന്നെ ഞാന് എന്താ, ആ ബോർഡ് മായ്ക്കുന്ന കാര്യമൊക്കെ പറഞ്ഞില്ലേ, അത് നമുക്ക് പറയാം. ഞാൻ അതിനെക്കുറിച്ച് സംസാരിക്കാൻ പോയതാ, പിന്നെ കടയിൽ തിരക്കൊക്കെ ആയതുകൊണ്ട് ഞാൻ പിന്നെ സംസാരിച്ചില്ല എന്നൊക്കെ പറഞ്ഞു. അത് കേട്ടിഞ്ഞപ്പോ ഗംഗയ്ക്ക് നല്ല ദേഷ്യം വന്നു. സാരമില്ല, ഞാൻ പറഞ്ഞോളാം എന്നൊക്കെ ഇങ്ങനെ ഗംഗ മനസ്സിൽ പറഞ്ഞു. പിന്നീട് ഗംഗയ്ക്ക് വേണ്ടിയിട്ട് ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്തു. ഇനി അധികം വൈകാൻ നിശ്ചയം കാര്യങ്ങളൊക്കെയാണ്. അങ്ങനെ ഡ്രസ്സൊക്കെ എടുത്തു കഴിഞ്ഞപ്പോഴത്തേനും ഗംഗയ്ക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഡ്രസ്സൊക്കെ എടുത്തേ. അരവിന്ദന് ഒന്നിനും ഒരു കുറവ് വരുത്തിയിട്ടില്ല. കാരണം ആദ്യത്തെ പെൺകുട്ടിയാണ്, അവളുടെ വിവാഹ നിശ്ചയമാണ്, അത് ഗംഭീരമായിട്ട് തന്നെ നടത്തണമെന്ന് അരവിന്ദന് താല്പര്യം ഉണ്ടായിരുന്നു. കാരണം ഒന്നിനും ഒരു കുറവ് വരുത്താൻ പാടില്ല എന്ന്. അങ്ങനെ ഡ്രസ്സൊക്കെ നോക്കി ഗംഗയെ കാവേരിയൊക്കെ ഇരിക്കുകയാണ്. ആ സമയത്ത് ഗംഗ പറഞ്ഞു, ഞാൻ പറഞ്ഞ അമ്മയോട് എന്ത്? അതെ, നിശ്ചയത്തിന് എനിക്ക് ഒടിയാണോ നെറ്റിച്ചൂട്ടിയൊക്കെ വേണോന്ന്. അപ്പൊ അമ്മ പറഞ്ഞു, അത് വാടകയ്ക്ക് എടുത്താൽ മതിയെന്ന്. യമന് പറഞ്ഞു, അത് പോരെ, വാടകയ്ക്ക് എടുത്താൽ പോരേന്ന് ചോദിച്ചു. കാവേരിയും പറഞ്ഞു, ശരിയാ, വാടകയ്ക്ക് എടുത്താൽ മതിയെന്ന്. പക്ഷെ എന്നാലും എനിക്കത് സ്വന്തമായിട്ട് വേണമെന്നായിരുന്നു ആഗ്രഹം. പക്ഷെ അമ്മ പറഞ്ഞു വേണ്ടാന്ന് പറഞ്ഞു, വിലക്കിന്ന് പറഞ്ഞു. സാരമില്ല, പോട്ടെ, നമുക്ക് കല്യാണത്തിന് അതിനും കൂടെ കൂട്ടി നമുക്ക് അടിച്ചു പൊളിക്കാം, കല്യാണത്തിന് ഇതൊക്കെ കാണുമെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ഗംഗ പറഞ്ഞു, വേണം, എനിക്കെല്ലാം വേണം, നല്ല സുന്ദരിയായിട്ട് വേണം ഇറങ്ങാനായിട്ട് കതിർ മണ്ഡപത്തിലേക്ക്. ഗംഗയ്ക്ക് അങ്ങനെ കുറെ പ്രതീക്ഷകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇത് കേട്ടതും കാവേരി പറഞ്ഞു, ഗംഗേച്ചി ഇപ്പോഴേ സ്വപ്നം കാണാൻ തുടങ്ങിയല്ലോ എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ യമുന പറഞ്ഞു, അതെ അതെ, നിശ്ചയം ആവുന്നുള്ളൂ, അതിനിപ്പോ സ്വപ്നം കാണാൻ തുടങ്ങിയല്ലോ, ഇപ്പൊ എപ്പം നോക്കിയാലും ഫോൺ വിളിയാ, ഫോണിനകത്തുനിന്ന് ഇറങ്ങാൻ സമയമില്ലല്ലോ എന്ന് പറഞ്ഞു. അത് കേട്ടോണ്ടാണ് നിള അങ്ങോട്ടേക്ക് വരുന്നത്. നിള വന്നിട്ട് ചോദിച്ചു, അല്ല, ആര് ഫോൺ വിളിക്കുന്ന കാര്യം പറഞ്ഞെന്ന് ചോദിച്ചു. അതെ, കൊച്ചു കുട്ടികളെ ഈ മാതിരി വലിയ വലിയ കാര്യങ്ങളൊന്നും അറിയേണ്ട കാര്യമില്ല, നീ പോയിരുന്നു വല്ലതും പഠിക്കാൻ നോക്ക്. പിന്നെ ഞാൻ കുഞ്ഞു കൊച്ചൊന്നും അല്ലാന്ന് പറഞ്ഞു. പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കല്യാണ പ്രായത്തിൽ നിൽക്കുമല്ലേ, നാളെ നിന്റെ കല്യാണമല്ലേ, ഒന്ന് പോടി അവിടെ നിന്നും പറഞ്ഞുകൊണ്ട് എമ്മിനെ കളിയാക്കുവാണ്. ഈ സമയം നീള പറഞ്ഞ്, എന്നെ അത്രയ്ക്ക് കളിയാക്കൊന്നും വേണ്ട. ആ സമയം ഗംഗ നിളയെ വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങോട്ട് വാ മോളെ എന്ന് പറഞ്ഞുകൊണ്ട് നിളയെ ചേർത്ത് പിടിച്ച് നിർത്തി. അങ്ങനെ കുറച്ച് സമയം അവര് വിശേഷങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്നുണ്ട്. ഈ സമയത്ത് അരവിന്ദന്റെ അടുത്തേക്ക് ശാരദ വന്നു. ശാരദ വന്നിട്ട് പറഞ്ഞു, അരവിന്ദേട്ടാ, നിശ്ചയം അങ്ങ് പെട്ടെന്ന് എടുക്കും, പിന്നെ കല്യാണം അതിനെന്താ,
നിനക്ക് എന്താ ടെൻഷൻ ഉണ്ടോന്ന് ചോദിച്ചു. അല്ല, അത് പിന്നെ വിളിയും കാര്യങ്ങളൊക്കെ ഇനിയുണ്ട്. അത് മാത്രമല്ല, അറിയാലോ, ഒരു കല്യാണം എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. എനിക്കറിയാം ശാരദേ, കല്യാണം എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ലെന്ന്. പിന്നെ എന്തിനു വേദിനും നമ്മളെല്ലാരും ഉണ്ടല്ലോ. പിന്നെ ജയവാലും എല്ലാം സഹായത്തിനുണ്ട്. അതുകൊണ്ട് നീ അതൊന്നും ഓർത്ത് പേടിക്കണ്ട. അതിഗംഭീരമായിട്ട് ഗംഗമ്മളുടെ വിവാഹം നടക്കും. കഴിഞ്ഞു കിട്ടിയാൽ മതിയായിരുന്നു, എങ്കിലും എനിക്കൊരു സമാധാനമാകത്തുള്ളൂ എന്ന് ശാരദ പറഞ്ഞു. ഈ സമയത്ത് രാധമ്മ അങ്ങോട്ടേക്ക് വരുന്നേ. രാധമ്മ പറഞ്ഞു, അരവിന്ദ, എനിക്ക് നല്ല സങ്കടം ഉണ്ട് കേട്ടോ എന്ന് പറഞ്ഞു. എന്തിന്? അല്ല, വിനീതിന്റെ കാര്യം ആലോചിച്ചിട്ട് എൻ്റെ അമ്മ ഇതുവരെയായിട്ട് ആ വിഷയം വിട്ടില്ലേന്ന് ചോദിച്ചു. നിനക്ക് അങ്ങനെയൊക്കെ പറയാം, പക്ഷെ അവൻ എത്ര പാവമായിരുന്നറിയാവോ അമ്മേ. അവൾക്ക് ഇഷ്ടമില്ല, പിന്നെ ഞാൻ നിർബന്ധിച്ച് അവളെ കൊണ്ടാ ചെയ്യിച്ചിട്ട് എനിക്ക് പിന്നെ സ്വസ്ഥതയ സമാധാനം കിട്ടുമോ? എൻ്റെ മക്കളുടെ ഇഷ്ടമല്ലേ ഞാൻ നോക്കണ്ടേ? ഇഷ്ടമില്ലാത്തൊരു വിവാഹത്തിന് നിർബന്ധിച്ചു കൊണ്ട് ചാടിക്കേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ ചോദിച്ചു. ഇത് കേട്ടപ്പോ രാധം പറഞ്ഞു, എടാ, പെൺമക്കള് തുള്ളുന്നതിനൊപ്പം നീ തുള്ളിയിട്ടുണ്ടെങ്കിൽ അവസാനം കരയാനോ നേരം കാണത്തുള്ളൂ എന്ന് പറഞ്ഞു. ശാരദ പറഞ്ഞു, അമ്മയൊന്നും മിണ്ടാതെ പോകുന്നുണ്ടോ, മനുഷ്യനെ വെറുതെ ടെൻഷൻ അടിപ്പിക്കാന് എന്നും പറഞ്ഞുകൊണ്ട് ശാരദ ദേഷ്യപ്പെട്ടു. രാധം പറഞ്ഞു, ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല എന്നും പറഞ്ഞുകൊണ്ട് രാധമ്മ ഇങ്ങോട്ട് എഴുന്നേറ്റ് പോവാണ്. ഇതേ സമയത്ത് യമുന തനിക്കൊരു കുടുക്കുണ്ടായിരുന്നു. ആ കുടുക്ക എടുത്ത് പൊട്ടിക്കുകയാണ്. നിളയെ അടുത്ത് തന്നെയുണ്ട്. അങ്ങനെ നിള അതിൻ്റെ അകത്ത് പൈസയൊക്കെ എണ്ണി തിട്ടപ്പെടുത്തുക. അപ്പോഴേക്കും കാവേരി വന്നിട്ട് ചോദിച്ചു, ഇതെന്താ യമുനേച്ചി? അല്ല, ഇതെന്താ യമുനെ ഈ കുടുക്ക പൊട്ടിക്കണേന്ന് ചോദിച്ചു. ഇതോ? ഇത് സമ്മാനം കൊടുക്കാനായിട്ട്. സമ്മാനം കൊടുക്കാനോ? അതെ, ഗംഗേച്ചിയുടെ കല്യാണം അല്ലേ, അപ്പൊ ഗംഗേച്ചിക്ക് എന്തെങ്കിലും സമ്മാനം കൊടുക്കണ്ടേ? അതിന് ഗംഗേച്ചിക്കുള്ളതല്ല അച്ഛൻ കൊടുക്കുന്നുണ്ടല്ലോ, പിന്നെ നമ്മൾ എന്തെങ്കിലും സമ്മാനം കൊടുക്കുന്നത്? പിന്നെ നമ്മൾ അനുജത്തിമാരുടെ വകയായിട്ട് എന്തെങ്കിലും കൊടുക്കണ്ടേ? അതിനായിട്ടാണ് ഞാൻ ഈ കുടുക്ക പൊട്ടിച്ചേ. നമ്മൾ എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കണ്ടേന്ന് ചോദിച്ചു. അപ്പോഴാണ് കാവേരിക്ക് അതിനെക്കുറിച്ചൊരു ബോധം ഉണ്ടാകുന്നത്. അങ്ങനെ കൊടുക്കണം, പിന്നല്ലാതെ നമ്മൾ അനുജത്തിമാർ എന്തെങ്കിലും കൊടുത്തില്ലെങ്കിൽ ഗംഗേച്ചി എന്ത് വിചാരിക്കും? അതുകൊണ്ട് ഞാൻ സൂക്ഷിച്ചു വെച്ചിരുന്ന കുടുക്ക, അതാ ഞാൻ പൊട്ടിച്ചതെന്ന് പറഞ്ഞു. അപ്പോഴേക്കും കാവേരി ഓർത്തു, തൻ്റെ കീഴാണ്, പൈസയൊന്നുമില്ല, എന്താ ചെയ്യേണ്ടത് ഇങ്ങനെ ആലോചിച്ചു. ആ സമയം നിള ചോദിച്ചു, അല്ല, കാവേരി ചേച്ചിയുടെ പൈസ ഉണ്ടോയെന്ന് ചോദിച്ചു. നമുക്ക് എല്ലാവർക്കും ഷെയർ ഇട്ട് എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കാന്ന് പറയണേ യമുന. അത് കേട്ടപ്പോൾ കാവേരി പറഞ്ഞു, എൻ്റെ കയ്യിൽ പൈസ ഇല്ല. അശോ, ഇപ്പൊ എന്ത് ചെയ്യും എന്നൊക്കെ ആലോചിച്ചു. അപ്പോഴാണ് കാവേരിയുടെ മനസ്സിലേക്ക് നിബിൻ പറഞ്ഞ കാര്യം ഓർത്തെ. ഗസ്റ്റ് ഹൗസിൽ ഡാൻസ് കളിക്കാനായിട്ട് ആളെ വേണം. ഡാൻസ് കളിക്കുവാണെങ്കിൽ പൈസ കിട്ടും. അങ്ങനെയാണെങ്കിൽ പോയി ഡാൻസ് കളിച്ച് നോക്കിയാലോ, പൈസ കിട്ടുന്ന കാര്യമല്ലേ. ഡാൻസ് കളിച്ച് ആ പൈസയും കൊണ്ട് തനിക്ക് ഗംഗേച്ചിക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് മേടിച്ച് കൊടുക്കാലോ എന്നൊരു ചിന്തയൊക്കെ മനസ്സിലേക്ക് വരുവാണ്. അങ്ങനെ കാവേരി ആ കാര്യം തീരുമാനിച്ചു. പിന്നീട് കാവേരി നിവിനെ കാണാനായിട്ട് ചെല്ലുവാണ്. അങ്ങനെ നിവിനോട് കാര്യങ്ങൾ സംസാരിക്കുവാണ്. ഡാൻസ് കളിക്കാൻ വരാൻ ഞാൻ തയ്യാറാ, പക്ഷെ ഞാൻ പറയുന്ന പണം എനിക്ക് തരണമെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ നിവിൻ പറഞ്ഞു, അതൊക്കെ ഓക്കെ, പക്ഷേങ്കിലുണ്ടല്ലോ നല്ല അതിഗംഭീരമായിരിക്കണം, അവർക്ക് ഇഷ്ടപ്പെടണമെന്ന് പറഞ്ഞു. അതൊക്കെ ഞാൻ ഏറ്റു, പക്ഷെ പണത്തിന്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഇല്ലെന്ന് പറഞ്ഞു. നിവിൻ പറഞ്ഞു, അങ്ങനെയാണ് ശരി, ഓക്കെ എന്നൊക്കെ പറയാണ്. പിന്നീട് നിവിൻ ചെന്ന് രാജേശ്വരിയുടെ കാര്യം പറയാണ്. ഗസ്റ്റുകൾ വരുമ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഡാൻസ് പ്രോഗ്രാം ഒക്കെ ഉണ്ടല്ലോ, അപ്പൊ അതിനുള്ള ആളെ റെഡി ആയിട്ടുണ്ടെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ രാജേശ്വരി ചോദിച്ചു, ആരാന്ന് ചോദിച്ചു. അപ്പോഴേക്കും നിവിൻ എന്ത് ചെയ്യണമെന്നറിയില്ല. കാവേരിയാന്ന് പറഞ്ഞ പ്രശ്നമാകുമെന്നൊരു ചിന്ത. ഒടുവിൽ കാവേരിയാന്ന് പറയാണ്. രാജേശ്വരി പറഞ്ഞു, വേണ്ട, അവളാണെങ്കിൽ വേണ്ടാന്ന് പറഞ്ഞു. എനിക്ക് അവളെ അല്ലെങ്കിൽ തന്നെ കണ്ണിനും കണ്ണാടിക്കും കാണത്തില്ല, അവളിനി വന്ന് ഡാൻസ് കളിക്കാത്തതിനും കൂടെ കുഴപ്പമുള്ളൂ. നീയും പറഞ്ഞു, അങ്ങനെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ അമ്മേ? നമ്മുടെ ആവശ്യം നടക്കണ്ടേ? അവൾക്ക് പൈസ കിട്ടിയാൽ മതി, അവൾ വന്ന് ഡാൻസ് കളിച്ചിട്ട് പോയിക്കോളും. അമ്മ പിന്നെ ആ കാര്യം ഒന്നോർത്ത് ടെൻഷൻ അടിക്കണ്ട, നമ്മൾക്കിപ്പം ഗസ്റ്റുകളെ സന്തോഷിപ്പിച്ച് വിടുക എന്നല്ലേ ഉള്ളൂ എന്നൊക്കെ പറയാണ്. രാജേശ്വരിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, കാരണം കാവേരി ഇഷ്ടമില്ലാത്താണ് മെയിനായിട്ടുള്ള കാര്യം. പക്ഷെ നിവിന് സന്തോഷമായിരുന്നു. ഇതുവരെയായിട്ട് അവളുടെ ഡാൻസ് താൻ കണ്ടിട്ടില്ല, നന്നായിട്ട് കളിക്കുമെന്നാണ് വിനീത് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഡാൻസ് കാണണം എന്നൊരു ചിന്തയൊക്കെ മനസ്സിലുണ്ടാകുന്നുണ്ട്. അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നോടെ നിർത്തുന്നു. നന്ദി.